Hi all, Assalamu alaikum. Welcome to Zida's recipes. നമ്മൾ ഇന്ന് ബ്രെഡ് പോക്കറ്റ് ഷവർമയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഇത്. നമുക്ക് നോമ്പ് തുറക്കാനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള ബ്രെഡ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഇതുപോലെ ഒരുമിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു കട്ടിംഗ് ബോർഡിൽ വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇതിന് മുകളിലായിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഉള്ളിലോട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗമൊക്കെ അടർന്ന് പോരും. അപ്പോൾ നമുക്ക് അങ്ങനെ വേറിട്ട് പോന്നിട്ടുള്ള ആ ഭാഗമൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡുകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷവർമയുടെ കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ അതിനായിട്ട് എടുത്തിട്ടുള്ളത് കുറച്ച് സവാള, ക്യാപ്സിക്കം, ക്യാബേജ്, ക്യാരറ്റ്, ഇത്രയും കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പം ചെറിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ക്യാപ്സിക്കം, ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയോളാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് ചെറിയ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാബേജിൻ്റെ ഒരു 1/4 ഭാഗത്തോളം, ഒരു മീഡിയം സൈസ് ക്യാബേജിൻ്റെ ഒരു 1/4 ഭാഗത്തോളം അത്ര എടുത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടി ഒന്ന് ബൗളിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അതേ നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് വേറെ മസാലകളൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇതിന് എരിവിനുള്ളത് കുരുമുളക് മാത്രമാണ്. അതുകൊണ്ട് കുരുമുളക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ മയണീസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു 2 ടീസ്പൂൺ മയണീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മയണീസിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പം അതൊന്ന് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. മയണീസിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നമ്മുടെ ടേസ്റ്റിന് നമുക്ക് എത്രത്തോളം അതിൻ്റെ ടേസ്റ്റ് വേണം അതിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് നമ്മൾ ഇതിലേക്ക് ചിക്കൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഞാനൊന്ന് മുമ്പേ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളത്. കൈ വെച്ചിട്ട് അതൊന്ന് ചെറിയ പീസാക്കി എടുത്തിട്ടുള്ളതാണ്. അതാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് പോക്കറ്റിനുള്ള ഷവർമയുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബ്രെഡിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ബ്രെഡ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രെഡ് പോക്കറ്റായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുട്ടയും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ട ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 4 ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഒന്ന് എടുക്കുക. എന്നിട്ട് നമ്മളത് മുട്ടയിലോട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാ വശത്തേക്കും നന്നായിട്ടൊന്ന് മുട്ട ആക്കി കൊടുക്കണം. നമ്മൾ ആയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെഡ് പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ബ്രെഡ് ക്രംസിലൊന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അരിക്ക് ഭാഗങ്ങൾക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാകുമ്പോൾ അത് നന്നായിട്ടൊന്ന് 2 ബ്രെഡും തമ്മിൽ ഒട്ടി നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ടയിൽ ബ്രെഡ് മുക്കിയെടുത്തതിന് ശേഷം ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡുകളൊക്കെ ഒന്ന് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവുന്ന സമയത്ത് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് 2 സൈഡും ഒന്ന് വറുത്തെടുക്കണം. 2 വശവും ബ്രൗണിഷ് കളർ ആവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് നന്നായിട്ട്
ബ്രൗൺ കളറായിട്ടുണ്ട്, നന്നായിട്ടൊന്ന് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്നും കോരാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡുകളൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഷവർമ പോക്കറ്റിലുള്ള ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇതൊന്ന് ഒരു കട്ടിംഗ് ബോർഡിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് എടുത്തിട്ട് ഒരു കട്ടിംഗ് ബോർഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ നടുഭാഗത്തായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം ഇതുപോലെ കിട്ടും. ഇതാണ് കേട്ടോ നമ്മുടെ ബ്രെഡ് പോക്കറ്റ് എന്ന് പറയുന്നത്. പോക്കറ്റ് പോലെ കിട്ടും. അപ്പോൾ നമുക്കിനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇതിനുള്ളിൽ നമ്മുടെ ഷവർമയുടെ കൂട്ടൊന്ന് നിറച്ച് കൊടുക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ഷവർമ പോക്കറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് ഷവർമയുടെ കൂട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് ബ്രെഡ് വിടർത്തി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഷവർമ ബ്രെഡ് പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ബ്രെഡും കുറച്ച് വെജിറ്റബിൾസ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ക്യാപ്സിക്കം വേണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾ മാത്രം മതി ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പലർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും. അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. അപ്പോൾ വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. അങ്ങനെ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്